എന്താ ഈ സമയത്ത് ഓഫീസിൽ പോണ്ടേ? അത് ഞാൻ ഇന്ന് ലീവാ. സത്യാമ്മയോട് പറഞ്ഞിട്ടാണോ വന്നത്? നീ ഇവളെ കൊണ്ടേ കടുത്ത് ചെല്ല. എലിജി, വാ വിളിച്ചേ. എന്താടി, എന്താ ഉണ്ടായേ? എനിക്കിനി തിരിച്ചങ്ങോട്ട് പോണമെന്നില്ലമ്മേ. തിരിച്ചു പോണോന്നില്ലെന്നോ? നാളെ അവിടെ ആഘോഷിക്കുന്നത് വെറും ഒരു വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല, പരസ്പരം മാലയിട്ടുകൊണ്ടുള്ള ചെറിയൊരു കല്യാണം തന്നെയാ നടത്താൻ പോകുന്നത്. വിഷ്ണുവേട്ടനെ മനസ്സിലിരുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ ആ ചടങ്ങിന് നിൽക്കുന്നേ? എനിക്കതിന് സാധിക്കില്ല. ഇല്ലെങ്കിൽ നിന്ന നിപ്പില് ഞാൻ അങ്ങ് ചാവണം. മോളെ, എടി സത്യാമ്മ എന്താ പറയുന്നേ? രാഘവേട്ടനാണെങ്കിൽ രോഗാവസ്ഥയെ പറയുന്നതാണെന്ന് പറയാം. പക്ഷെ സത്യാമ്മയ്ക്ക് ഈ ചടങ്ങിനെ എതിർക്കാലോ. അച്ഛന്റെ വാശിക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക എല്ലാവരും. ഏതെങ്കിലും രീതിയിൽ ഇത് മുടക്കാമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എങ്ങനെ മുടക്കുമെന്ന് മാത്രം ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അച്ഛന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ എങ്ങനെയാ അമ്മേ അത് കണ്ടുകൊണ്ട് നിൽക്കുക? എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ വിഷ്ണുവേട്ടൻ. ആ സ്ഥാനത്ത് മറ്റൊരാളുടെ പേര് അറിയാതെ പോലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ഞാൻ നാളെ മറ്റൊരാളുടെ മുന്നിൽ അയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറയുമ്പോ അത് ഞാൻ മരിക്കുന്നതിന് തുല്യമായിട്ട് അമ്മ എനിക്ക് തോന്നുന്നു. ഇല്ല, എനിക്കൊരിക്കലും അങ്ങനെ ഒരു നാടകത്തിന് കൂട്ടു നിൽക്കാനാവില്ല. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല. എന്ത് സഹിക്കും, വേണമെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കാനും തയ്യാറാ. പക്ഷെ എന്റെ വിഷ്ണുവേട്ടനെ തള്ളി പറയാനോ കൊച്ചാക്കാനോ എന്നെ കിട്ടില്ല. അതിനെനിക്ക് കഴിയില്ല. ഞാൻ അത്രയധികം എന്റെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ആളാ വിഷ്ണുവേട്ടൻ. മോളിങ്ങനെ അവിടെ നിന്ന് മാറിയെന്ന അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ ചെല്ലൂ. രാഘവേട്ടന് മാത്രമല്ലേ കാര്യങ്ങൾ അറിയാത്തത്, ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. എന്ന് വെച്ച് അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്റെ ഇഷ്ടങ്ങളും എന്റെ നിലപാടുകളും എന്റെ വിശ്വാസങ്ങളും എല്ലാം ഞാൻ മറക്കണമെന്നാണോ? അങ്ങനെയല്ല അമ്മ. അമ്മ, ഞാനൊരു മനുഷ്യ സ്ത്രീയാ. എന്റെ ഉള്ളിലും ഉണ്ട് ഞാൻ മനസ്സിൽ മായാതെ കൊണ്ട് നടക്കുന്ന നല്ല ഓർമ്മകളും ചിന്തകളും. എനിക്കതുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയാലേ പറ്റൂ. കാരണം ആ ഓർമ്മകളാമ്മ എന്റെ ജീവവായു. എന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും ആ ഓർമ്മകൾ തന്നെയാ.